ഹലോ കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണി കണ്ടാലോ? അപ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ നാളെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. വലിയ പീസായിട്ടുള്ള ചെറിയ പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് അരച്ചതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ പുരട്ടി വെക്കണം. നമ്മൾ ചിക്കനൊക്കെ സാധാരണ വറുക്കാനുള്ള ഒരു മസാലയാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ മസാല എടുക്കോ അതങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പുരട്ടി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മുളകൊക്കെ അതിനകത്ത് നല്ല പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ആദ്യമേ തന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ ആദ്യമേ തന്നെ വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു സവാള വറുത്തെടുക്കാം. നമ്മൾ ബിരിയാണിയുടെ മേളിൽ ഇങ്ങനെ വിതറാൻ വേണ്ടിയാണ് ഈ സവാള വറുത്തെടുക്കുന്നത്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ബിരിയാണിക്ക് കിട്ടുന്നത്. അത് നമുക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്തെടുക്കാനുള്ളത് കുറച്ച് കശുവണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറുത്ത മുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും എടുക്കുക. അതും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് നിങ്ങൾ മൊരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വറുത്തെടുത്താൽ മതിയേ. വെന്തും വരണം, നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ഇരിക്കണം. എന്നാലും ഒരുപാട് കറുത്ത് നമ്മൾ സാധാരണ 65 ഒക്കെ ചെയ്യുന്ന പോലെ നല്ലതുപോലെ ഒന്ന് കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല, ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തിരിക്കുന്ന എണ്ണയ്ക്കകത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് എണ്ണ കോരി മാറ്റി വെക്കാം. നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഇതിനകത്തുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ മതി കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, കുറച്ച് വലിയ ജീരകവും കൂടി ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാനിപ്പോൾ ഒരു 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരി എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അരിയാണ്, 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു അളവിലാണ് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് സ്പൈസസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ലേ, എല്ലാം കുറേശ്ശെ ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് ഡിസിഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, ചെക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നല്ലപോലെ അരച്ച് വെച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള പച്ചമുളക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പച്ചമുളക് കിടക്കുമ്പോൾ നല്ലൊരു എരിവായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അരച്ച് കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പച്ചമുളക്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് സവാളയൊക്കെ വഴണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കുക, അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നല്ലപോലെ ഇളക്കി വഴറ്റി അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് ഒരു ഇച്ചിരി മല്ലിയില, ഒരു ഇച്ചിരി പുതിനയില, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. അതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വെന്തതാണ്, നമ്മൾ തക്കാളി ഒന്നുകൂടെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് കട്ടിയായി പോകണ്ട, കുറച്ച് കട്ടിയായി മതി. ഇപ്പോൾ ഇരുന്ന് കുറച്ച് നേരം ഇത് കട്ടിയാകും ഈ മസാല. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മസാല അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ വലിയൊരു പാനിലോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളകും ഒരു ഇച്ചിരി മതി, പിന്നെ വലിയ ജീരകം 1 ടീസ്പൂൺ, കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൻ്റെ 1 ടീസ്പൂൺ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. നമ്മൾ നേരത്തെ മസാലയിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വറുത്തതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് ജീരകശാല അരി നല്ലപോലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അരികൾ ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എണ്ണ വേണമെങ്കിൽ എണ്ണയും ചേർത്ത് കൊടുക്കാം, നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നല്ലതുപോലെ തിളച്ച് നമ്മുടെ അരി ഒന്ന് ഒരു 80% വേവാവണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളം ചേർത്താണ് അരി ഊറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ വെന്ത് വന്ന് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടോ. ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ദം ചെയ്യാനുള്ള പാത്രത്തിനകത്തേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറും കിട്ടും, അടി പെട്ടെന്ന് പിടിക്കത്തുമില്ല. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കുക കേട്ടോ. മസാല കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒരുപാട് എല്ലാം കൂടി ഇട്ട് കൊടുക്കണമെന്നില്ല, കുറച്ച് മസാല ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് മസാല എനിക്ക് കറക്റ്റാണ്, ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളും കൂടി അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അരിയും കൂടി മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് നിരത്തി ഒരു ഭംഗിയാക്കി വെക്കാവേ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ, സവാള അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഈ സവാള കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ. അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു നുള്ള് മല്ലിയിലയും ഒരു നുള്ള് പുതിനയില, ഒരു 2-3 ഇലകൾ മതി, അതും കൂടി മേളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കലക്കിയത് അതൊന്നും ഒഴിച്ചു കൊടുക്കുക, ഒരു കളറിന് വേണ്ടി മാത്രമാണ് പുറമേ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇല വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എയർ പോകാത്ത അടപ്പ് വെച്ചിട്ടോ ഒന്ന് അടച്ച് വെച്ച് ദം ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദം ചെയ്യാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തതിന് ശേഷം നമ്മളിത് ആറിയതിന് ശേഷം വേണം ബിരിയാണി വിളമ്പാൻ വേണ്ടി. എന്നാൽ മാത്രമേ കറക്റ്റ് ആ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ വറുത്തെടുത്ത ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ഒരുപാട് തോന്നുവാണെങ്കിലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ബിരിയാണി. എല്ലാം നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബിരിയാണി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വറുത്ത കോഴിയുടെ ബിരിയാണി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.